Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. അക്ഷയ് സാർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ ആയ 10th CBSE ബയോളജിയിലെ വെരി ഫസ്റ്റ് ചാപ്റ്റർ ആയ ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിലെ ഏതാനും കുറച്ചു പ്രധാനപ്പെട്ട MCQ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും NCERT എക്സംപ്ലറും അങ്ങനെ ഒരുപാട് MCQ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെഷന്റെ ഭാഗമാവണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു സെഷൻ ആയിരിക്കും. ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ എന്ത് ചെയ്യണം മക്കളെ, ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം 2020 ചോദ്യമായിരുന്നു. ചോദ്യം എന്താണെന്ന് എല്ലാവരും നോക്കുകയും, മോസ്റ്റ് ഓഫ് ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ, അതായത് ഡൈജഷനും ഏറെ പങ്കും ഏറെക്കുറെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അബ്സോർപ്ഷനും കംപ്ലീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള പോയിന്റ് അത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നടക്കുന്നത് അത് മറ്റെവിടെയുമല്ല, അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന നമ്മുടെ ചെറുകുടൽ അഥവാ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന ഭാഗത്ത് തന്നെയാണ് ഡൈജഷൻ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് പ്രത്യേകത, എന്താണ് ഡൈജഷൻ എൻഡ്സ് ഹിയർ അല്ലെ, എവിടെയാണ് ഡൈജഷൻ എൻഡ് ചെയ്യുക അല്ലെ, ഡൈജഷൻ എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്, എൻഡ്സ് ഹിയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെയാണ് കേട്ടോ. അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഏറിയ പങ്ക് ഡൈജഷനും, അതായത് മോസ്റ്റ് ഓഫ് ദ ഡൈജഷൻ അല്ല, ഏറിയ പങ്ക് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അബ്സോർപ്ഷൻ ഏറിയ പങ്ക് നടക്കുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പിന്നീട് ലിവറും സ്റ്റൊമക്കും ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒന്നും അല്ല. ആൻസർ വരിക എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമ്മൾ പറയേണ്ടത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2023 ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇക്വേഷൻ ഈസ് സമ്മറി ഓഫ് ഫോട്ടോസിന്തസിസ്? സമ്മറി ഓഫ് ഫോട്ടോസിന്തസിസ് ഫസ്റ്റ് നോക്കിക്കോളൂ. 6CO2 plus 12H2O gives C6H12O6, ഗ്ലൂക്കോസ് പ്ലസ് 6O2 plus 6H2O. സംഗതിയെല്ലാം ശരിയാണ്, പക്ഷെ ഇവിടെ രണ്ടാൾക്കാരുടെ കുറവ് അവിടെ കാണുന്നുണ്ട്, സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. സൺലൈറ്റും അതുപോലെ തന്നെ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ, ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോറോഫിൽ വേണം. അപ്പൊ അത് നിർബന്ധമാണ്. അതില്ലാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും ആൻസർ അല്ല. രണ്ടാമത്തത് നോക്കുന്ന സമയത്ത് 6CO2 H2O സൺലൈറ്റ്, ഓക്കെ, ഇതിൽ നമുക്ക് ക്ലോറോഫിൽ ഒന്നും കാണുന്നില്ല, അപ്പൊ അതല്ല. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കിയോ, 6CO2 plus 12H2O, അവിടെ ക്ലോറോഫിലും സൺലൈറ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. C6H12O6 plus 6O2 plus 6H2O. ആക്ച്വലി ഇതാണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത് എന്താ പറയുന്നത്? കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി. സംഭവം ശരി തന്നെയാണ്, പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ് വരിക? ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഇത് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? Ready? Moving on to the next question. In the given diagram of closed stomata, ഇവിടെ അടഞ്ഞിരിക്കുന്ന സ്റ്റൊമാറ്റയാണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ക്ലോസ്ഡ് സ്റ്റൊമാറ്റ ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ലേബൽ അല്ലെ, 1 2 3 4 എന്തൊക്കെയാണെന്ന് പറയണം. ഓക്കെ, അപ്പൊ ആ റെസ്പെക്റ്റീവ് ഓർഡറിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ചിത്രം. ഇതില് സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെൽ ആണ്. ഇതിന് നമുക്കറിയാം 2 ഗാർഡ് സെൽസ് ഉണ്ട്. ഓക്കെ, 2 ഗാർഡ് സെൽസ് ഉണ്ട്. ആ ഗാർഡ് സെല്ലിന്റെ അകത്തുള്ള ഈ ഒന്നെന്ന് പറയുന്ന ഭാഗം എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്ന ഭാഗം അത് ന്യൂക്ലിയസ് ആണ്, വേറൊന്നുമല്ല. ഒന്നെന്ന് പറയുന്ന ഭാഗം അത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ആ ഗാർഡ് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ് ആ കൊടുത്തിരിക്കുന്നത് കേട്ടോ. റെഡി അല്ലേ? ഈ രണ്ടെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും. രണ്ടെന്ന് പറയുന്നത് എന്താണ് മക്കളെ? ക്ലോറോപ്ലാസ്റ്റ്. ഇതൊന്ന് നോക്കി വെക്കണം. ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോഫിൻ കണ്ടെയ്നിങ് സെൽ ഓർഗനൽ അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് ആണ്. പിന്നെ 3 എന്താണെന്ന് പറയുന്നുണ്ട്. 3 ഇത് ഈ കാണുന്ന റീജിയൻ ആണ്. ഇത് വാക്യൂൾ ആണ് അല്ലെ. നമുക്കറിയാം പ്ലാന്റ് സെല്ലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീച്ചർ ആണ് വലിയൊരു വാക്യൂൾ ഉണ്ടാവുന്നു എന്നുള്ളത്.
ഗാർഡ് സെല്ല് ഒരു പ്ലാന്റ് സെൽ ആയതുകൊണ്ട് അതിനകത്ത് എന്തുണ്ട്, വാക്യൂൾ ഉണ്ട്. സോ തേർഡ് എന്ന് പറയുന്നത് വാക്യൂൾ ആണെന്ന് പറയാം. ഇനി നാലാമത്തെ ലേബലിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നാലാമത്തത് ഈ സെല്ല് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഗാർഡ് സെല്ല് ആണ്. അപ്പൊ നാലാമത്തെ നമുക്ക് എന്ത് പറയാം, ഗാർഡ് സെൽ ആണെന്ന് പറയാം. അപ്പോ നമുക്ക് ഓപ്ഷനിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ടോ നോക്കാം. ഈ ഓർഡർ ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂള്, ഗാർഡ് സെല്ല്. ഇവിടെയുണ്ട് ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂള്, ഗാർഡ് സെല്ല്. സോ കറക്റ്റ് ആൻസർ ഏതാ വരിക? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. മനസ്സിലായോ? 2023 ചോദ്യമായിരുന്നു ഈ ചോദ്യം. തീർച്ചയായിട്ടും ഈ ലൈവ് കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. അടുത്തതിലേക്ക് കടക്കാണ്. 2023 മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫോളോവിംഗ് ഡയഗ്രാം, തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കിക്കേ. സെക്ഷൻ ഓഫ് എന്താണ്? ലീഫ് ആണ്. ലീഫിന്റെ സെക്ഷൻ ആണ്, ഛേദമാണ്. ഓക്കെ. ഐഡന്റിഫൈ ദ സെൽ ത്രൂ വിച്ച് മാസീവ് എമൗണ്ട് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് സമയത്ത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെ കൂടിയായിരിക്കും? ഏതിലെ കൂടിയായിരിക്കും? ലീഫില് കാണപ്പെടുന്ന ചെറിയ ചെറിയ പോർസ്, ടൈനി പോർസ്. അതിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റൊമാറ്റ എന്നാണ്, അല്ലെ? സ്റ്റൊമാറ്റ എന്ന് നമ്മൾ വിളിക്കും. ഇലകളുടെ അടിവശത്താണ് ധാരാളം സ്റ്റൊമാറ്റകൾ, മുകൾ വശത്ത് ഉണ്ടെങ്കിലും അടിവശത്താണ് ധാരാളമായി സ്റ്റൊമാറ്റകളെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലീഫിന്റെ സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ലീഫിന്റെ സെക്ഷനിലെ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. ഏറ്റവും മുകളിലും ഏറ്റവും താഴെയുമായി നമുക്ക് എപ്പിഡെർമിസ് ഉണ്ട്. അപ്പർ എപ്പിഡെർമിസ് മുകളിലും ലോവർ എപ്പിഡെർമിസ് താഴെയുമായി കാണുന്നു. നടുഭാഗത്ത് കാണുന്നത് ഗ്രൗണ്ട് ടിഷ്യൂസ് ആണ്, പാരൻകൈമ ടിഷ്യൂസ് ആണ്. മുകളിൽ കാണുന്നത് പാലിസൈഡ്, നീളത്തിലുള്ള ടിഷ്യൂസിനെ പാലിസൈഡ് എന്നാ പറയാം. പാലിസൈഡും പിന്നെ ലൂസ്ലി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പോഞ്ചി ടിഷ്യൂസുമാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായി ലീഫിന്റെ ആ സെക്ഷനിലെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് ഈ 1 എന്ന് പറയുന്നത് അപ്പർ എപ്പിഡെർമിസ്. അപ്പൊ അതിന് മുകളിൽ ഒരു വാക്സി ലെയർ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ക്യൂട്ടിക്കിൾ. അതിന് നമ്മൾ എന്താ വിളിക്കുക? ക്യൂട്ടിക്കിൾ. എപ്പിഡെർമിസിന്റെ മുകളിൽ കാണുന്ന വാക്സി ലെയർ അല്ലെങ്കിൽ വാക്സി കോട്ടിങ്ങിനെ, ഒരു മെഴുക ആവരണത്തെ നമ്മൾ എന്ത് വിളിക്കും? ക്യൂട്ടിക്കിൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? താഴെ കാണുന്നത് എന്താണ്? എപ്പിഡെർമിസ് ആണ്. മുകളിലും അപ്പർ എപ്പിഡെർമിസ്, താഴെ ലോവർ എപ്പിഡെർമിസ്. ഈ ലോവർ എപ്പിഡെർമിസിലാണ് നമുക്ക് ഇവിടെ എന്ത് കാണാം? ഈ നാലാമത്തെ ഭാഗമായിട്ട് കാണിച്ചിരിക്കുന്നത് സ്റ്റോമയാണ്, അല്ലെങ്കിൽ ആ സ്റ്റൊമാറ്റയാണ് അവിടെ കൊടുത്തിരിക്കുക. ആ ഓപ്പണിംഗ് നമ്മൾ സ്റ്റോമ എന്നല്ല പറയാം, സ്റ്റോമയാണ്. അപ്പൊ ഇവിടെ നടുക്ക് കാണുന്ന ഈ നീളത്തിലുള്ള സെല്ലുകൾ, ഈ 2 എന്ന റീജിയൻ എന്ന് പറയുന്നത് പാലിസൈഡ് ആണ്. പിന്നെ ഈ സിംഗിൾ ഓവൽ ഷേപ്പിൽ, ഈ റൗണ്ട് ഓവൽ ഷേപ്പിൽ കാണപ്പെടുന്ന ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെല്ലുകളെ സ്പോഞ്ചി സെൽസ്, അല്ലെ? സ്പോഞ്ചി സെൽസ് എന്നാണ് നമ്മൾ പറയാം. ഇത് 2 മീസോഫിൽ സെൽസ് ആണ്. ഓക്കെ, മീസോഫിലാണ്, പാരൻകൈമയാണ്. ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ റൗണ്ട് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാ? അവിടെ എന്ത് കാണുന്നുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ട്. ഫോട്ടോസിന്തസിന് സഹായിക്കുന്ന മീസോഫിൽ സെല്ലാണ്. അപ്പൊ ഇത് പാലിസൈഡ് ആണ്, താഴത്തത് സ്പോഞ്ചി മീസോഫിൽ ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഇതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം മാസീവ് എമൗണ്ട് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗം ഏത്? അപ്പൊ സ്റ്റോമ വരുന്ന ഇവിടെ ഈ ചിത്രത്തിൽ 4ാമത്തെ റീജിയൻ ആണ് സ്റ്റൊമാറ്റ, അല്ലെങ്കിൽ ആ സ്റ്റോമ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 4 ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇത് 2023 ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റഡ് ടു ട്രാൻസ്ഫർ സെക്ഷനുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ലീഫിന്റെ സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം എന്തായിരുന്നു നോക്കിക്കേ. ഐഡന്റിഫൈ ദ ലെയർ ഓഫ് സെൽ വേർ മാക്സിമം ഫോട്ടോസിന്തസിസ് ഒക്കർ. ഫോട്ടോസിന്തസിസ് ഒക്കർ ചെയ്യുന്ന, മാക്സിമം ഫോട്ടോസിന്തസിസ് ഒക്കർ ചെയ്യുന്ന റീജിയൻ ഏത്? അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഫോട്ടോസിന്തസിസ് ചെടികൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ചെടികൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നു. അതാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ്. അതിൽ നമുക്ക് റോ മെറ്റീരിയൽ ആയിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഒക്കെ വേണം എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഫോട്ടോസിന്തസിസ് മാക്സിമം നടക്കുന്ന റീജിയൻ ഏത് എന്നാണ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അവിടെ ക്ലോറോഫിൽ വേണം. ക്ലോറോഫില്, ലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ ക്ലോറോഫിൽ വേണം. ക്ലോറോഫിൽ പിഗ്മെന്റ് അടങ്ങിയിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോഫിൽ പിഗ്മെന്റ് അടങ്ങിയിരിക്കുന്ന സെൽ ഓർഗനൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലോറോപ്ലാസ്റ്റ് എന്ന സെൽ ഓർഗനൽ അടങ്ങിയിട്ടുള്ള സെല്ലുകൾ ഏതൊക്കെയാണ്? ഈ നീളത്തിൽ കാണപ്പെടുന്ന
ഈ പാലിസൈഡ് സെല്ലിൽ കാണാൻ പറ്റും. യെസ്, അതാണ് നിങ്ങൾക്ക് ഇവിടെ ഈ റൗണ്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. എന്താണ് മക്കളെ? ക്ലോറോപ്ലാസ്റ്റ. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള സ്പോഞ്ചി മീസോഫിൽ സെല്ലിലും എന്ത് കാണിച്ചിട്ടുണ്ട്? എന്ത് ധാരാളമായി കാണിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ക്ലോറോപ്ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെയൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, ബാക്കിയുള്ള റീജൻസിൽ ഇല്ല എന്നല്ല പറയുന്നത്. മാക്സിമം ആയി കാണുന്നത് 2ലും 3ലുമാണ് അല്ലെ? 2ലും 3ലുമായിയാണ് നമുക്ക് ധാരാളം കാണുന്നത്. ഇപ്പൊ 2 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. 2 എന്ന് പറയുന്നത് പാലിസൈഡ് ആണ്. പാലിസൈഡ് മീസോഫിലാണ്. 3 എന്ന് പറയുന്നത് സ്പോഞ്ചി അല്ലെ? സ്പോഞ്ചി മീസോഫിലാണ്. അപ്പൊ 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. 2ഉം 3ഉം ആയിരിക്കും ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗൈൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 22-23 നിന്ന് വന്ന ചോദ്യമാണ്. സോ ഒബ്സർവ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. വി ആർ ഗിവൺ ആൻ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് where a plant is kept in a bell jar, enclosed bell jar with some chemical also included in that particular experimental setup. അപ്പൊ ഈ ഒരു ഗ്ലാസ് ജാറിനകത്ത് പ്ലാന്റും ഒരു കെമിക്കലും എക്സ് എന്ന ലേബലിലുള്ള ഒരു കെമിക്കലുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. And name the chemical indicated as X that can absorb gas which is evolved as a byproduct of respiration. Byproduct of respiration. റെസ്പിറേഷന്റെ ബൈപ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ഇറ്റ്സ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്, റൈറ്റ്? ബൈ പ്രൊഡക്റ്റ് ഓഫ് റെസ്പിറേഷൻ കാർബൺ ഡയോക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന കെമിക്കലിന്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് റെസ്പിറേഷന്റെ ബൈ പ്രൊഡക്റ്റിൽ ഫോം ചെയ്യുന്ന ഗ്യാസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. റെസ്പിറേഷന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ ഏത് കെമിക്കൽ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ദ കെമിക്കൽ ഈസ് KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ബി ഈസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ നമ്പർ 6. സോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് ഡൽഹി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു 2021. നമ്മൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യനും ഫെമിലറൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു സോൺ മാത്രമല്ല, എല്ലാ സോണിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കണം എന്നുള്ളത് തന്നെയാണ് സാറിന് പറയാനുള്ളത്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെടും. So this is the question, 7th question. The correct statement with reference to single-celled organism. അപ്പോൾ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ്, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ, കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിലും അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറയണം. Okay, the first statement, complex substance are not broken down into simple substance. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിൽ അവരുടെ കോംപ്ലക്സ്, അവര് പിന്നെ ഭക്ഷണമാക്കി എടുക്കുന്ന ഒരു കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ സിമ്പിൾ സബ്സ്റ്റൻസ് ആയി മാറൂല എന്നാണ് പറയുന്നത്. കോംപ്ലക്സ് മെറ്റീരിയൽ സിമ്പിൾ ആയി മാറുന്നതിനെ നമ്മൾ ഡൈജഷൻ എന്ന് പറയും. ആക്ച്വലി ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ബോഡിയിലും ഒരു സെല്ലാണെങ്കിൽ പോലും അവിടെ ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, അത് കറക്റ്റ് അല്ല. ഇപ്പൊ നോട്ട് ബ്രോക്കൺ ഡൗൺ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബ്രോക്കൺ ഡൗൺ ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ ഡിഫ്യൂഷൻ ഈസ് സഫീഷ്യന്റ് ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പൊ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് സിമ്പിൾ ഡിഫ്യൂഷൻ മതിയാവും. അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ പോലും സിമ്പിൾ ഡിഫ്യൂഷൻ ഹെൽപ്ഫുൾ ആണ്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സിമ്പിൾ ഡിഫ്യൂഷൻ മതി. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. The next question, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ് ഇൻ ദ ഓർഗാനിസം. സി, സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് എന്ന് പറയാൻ പറ്റുമോ? ആകെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അവർക്കില്ല. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒറ്റ സെല്ല് മാത്രമേ അതിനുള്ളൂ. യൂണിസെല്ലുലാർ ആണ്. അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? റോങ് ആണ്. ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വന്നു? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എന്ത് ടിഷ്യൂസാ വരില്ലല്ലോ. അപ്പൊ യൂണിസെല്ലുലാർ ഒറ്റ സെല്ലേ ഉള്ളൂ. സെല്ലുകൾ കൂടുമ്പോഴല്ലേ ടിഷ്യൂ ഉണ്ടാവുക. ഒരേ ഫംഗ്ഷനും ഒരേ ഒറിജിനും ഉള്ള സെല്ലുകൾ കൂടുമ്പോൾ നമ്മൾ ടിഷ്യൂസ് എന്ന് പറയും. പക്ഷെ ഇവിടെ എന്തില്ല? ടിഷ്യൂസ് എന്ന് പറയുന്ന സ്കോപ്പേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും വരില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എൻറ്റയർ സർഫസ് ഓഫ് ദ ഓർഗാനിസം ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദി എൻവിറോൺമെന്റ്. ശരിയല്ലേ? ഒറ്റ ഒരു സെല്ലാണ്. ആ സെല്ലിന്റെ എല്ലാ സെൽ സർഫസും എൻവിറോൺമെന്റുമായി കോൺടാക്ട് വരുന്നുണ്ട്.
ഫുഡ് എൻടേക്ക് ചെയ്യുമ്പോൾ അത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കറക്റ്റ്, അത് ശരിയാണെന്ന് പറയാം. സോ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയായി വന്നു? 2ഉം 3ഉം ശരിയായി വന്നു. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായി ശ്രദ്ധിക്കണം. ഓക്കെ, സംടൈംസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ 1ഉം 3ഉം ആണ് ശരി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലിസൺ കെയർഫുള്ളി. ഓക്കെ, ഏതൊരു MCQ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേയും ക്വസ്റ്റ്യൻ 2ഓ 3ഓ തവണ വായിച്ചു മനസ്സിലാക്കണം. ടേക്ക് ടൈം. ഓക്കെ, ടേക്ക് ടൈം എന്ന് പറയാൻ കാരണം ചില സമയത്ത് നമ്മൾ സില്ലി ഇറേഴ്സ് ആയിരിക്കും വരുത്തുന്നുണ്ടാവുക. നിങ്ങൾക്ക് കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിരിക്കും, പക്ഷേ നിങ്ങൾ കൃത്യമായി ചോദ്യങ്ങൾ വായിക്കാതിരിക്കുമ്പോൾ അത് മിസ്റ്റേക്ക് ഉണ്ടാകും. സോ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 2, 4 ആണ് കറക്റ്റ്. 2, 4 ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ? അപ്പൊ ഇൻകറക്റ്റ് ചോദിച്ചാൽ അവിടെ ആൻസർ വരിക 1ഉം 3ഉം. അപ്പൊ 1, 3 എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കും, ഡെഫിനറ്റ് ആയിട്ട് കൊടുക്കും. കാരണം ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് കൺഫ്യൂസിങ് ആക്കും നിങ്ങളെ. പെട്ടെന്ന് ചാടി കയറി നിങ്ങൾ ഇൻകറക്റ്റ് എന്നുള്ളത് 1ഉം 3 കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ആവശ്യമാണ്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ തന്നെ വായിക്കണം. ഓക്കെ, റെഡി? അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, 2021 ക്വസ്റ്റ്യൻ ആണ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർ. ഓപ്പണിംഗ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർ ആക്ച്വലി എന്താണ് അതിന്റെ കാരണം? ഇത് നിങ്ങൾ പല ആവർത്തി നിങ്ങൾ പഠിച്ചതാണ്. നമ്മുടെ ഗാർഡ് സെല്ലിലേക്കുള്ള വാട്ടറിന്റെ ഫ്ലോ അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഗാർഡ് സെല്ലിലേക്ക് വാട്ടർ കടക്കുന്ന വേളയിൽ ഗാർഡ് സെൽസ് സ്വെല്ലാവും. ഗാർഡ് സെൽസ് സ്വെല്ലാവുമ്പോഴാണ് സ്റ്റൊമാറ്റോ ഓപ്പൺ ആവുന്നത്. ഇനി ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ നിന്ന് ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, എക്സോസ്മോസിസ് നടക്കുകയാണെങ്കിൽ അവിടെ എന്താവുന്നു? ഫ്ലക്സിഡിറ്റി അല്ലെങ്കിൽ ഇത് ഷ്രിങ്ക് ആവാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സ്റ്റൊമാറ്റോ ക്ലോസ് ആവുന്നത്. അപ്പൊ ആക്ച്വലി സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ക്ലോസ് അത് പിന്നിൽ കുറെ തിയറികൾ ഉണ്ടെങ്കിലും ഇവിടെ ആൻസറിൽ വരുന്ന ഏതാണ്? വാട്ടർ കണ്ടന്റ് ആണ്. വാട്ടർ കണ്ടന്റ് ഇൻ ദി ഗാർഡ് സെൽ. ഓക്കെ, വാട്ടർ കണ്ടന്റ് ഇൻ ദി ഗാർഡ് സെൽ. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. സ്റ്റൊമാറ്റോ ഇവിടെ ഈ ഫസ്റ്റ് കേസിൽ സ്റ്റൊമാറ്റോ ക്ലോസ്ഡ് ആണ്, സെക്കൻഡ് കേസിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ആണ്. സ്റ്റൊമാറ്റോ ഓപ്പൺ ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ വെള്ളം കടക്കുകയാണ്. വാട്ടർ ഉള്ളിലേക്ക് കടക്കുകയാണ്. വാട്ടർ ഉള്ളിലേക്ക് കടക്കുമ്പോൾ വീർത്ത് വരും. ടർജിഡ് ആവും, വീർത്ത് വരും. അപ്പോഴാണ് എന്ത് ചെയ്യും? വീർത്ത് വരുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് വീർത്ത് വരികയാണ്. അപ്പൊ ഉള്ളിലുള്ള സ്പേസ് ഇങ്ങനെ ഓപ്പൺ ആവും, സ്റ്റോമ കാണാം, വിസിബിൾ ആവാം. അപ്പൊ രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗാർഡ് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വെള്ളം വരുന്നത്. എക്സോസ്മോസിസ് പുറത്തേക്കാ. അപ്പൊ പുറത്തേക്ക് വെള്ളം വരുന്ന വേളയിൽ എന്ത് സംഭവിച്ചത്? ലൂസായി ഇതിങ്ങനെ അടഞ്ഞു പോകുന്ന രീതിയിൽ സ്റ്റൊമാറ്റോ എന്ത് ചെയ്യും? അടഞ്ഞു പോകും. സ്റ്റോമ അടഞ്ഞു പോകും. അപ്പൊ ഇത് കൃത്യമായി നോക്കുക. വാട്ടർ കണ്ടന്റ് ഇൻ ദി ഗാർഡ് സെൽ. അപ്പൊ പല രീതിയിൽ MCQ നമുക്ക് ഇവിടുന്ന് ചോദിക്കാം. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് MCQ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ഓർത്ത് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2021 ടേം 1 ഡൽഹി ടേം 1 ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ വി ആർ ഗിവൺ a ഡയഗ്രാം. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മാച്ച് ദ ലേബലിംഗ് റെഫേർഡ് ഇൻ കോളം 1 വിത്ത് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഈസ് ഗിവൺ ഇൻ കോളം 2. ഓർഗൻസ് ആർ ഗിവൺ ഇൻ കോളം 1. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ആദ്യം തന്നെ ഓർഗൻസ് ഏതൊക്കെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന 1 എന്ന് പറയുന്നത് ഇറ്റ്സ് മൗത്ത് ആണ്. ഇത് മൗത്ത് ആണ്, ബക്കൽ ക്യാവിറ്റി ഓർ മൗത്ത്. മൗത്ത് എന്ന ഓപ്പണിംഗ് ആണ്. ക്യാവിറ്റിന്റെ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി എന്നാണ് പറയാം. 2 എന്ന് കാണിച്ചിരിക്കുന്ന ഇവിടെ ലിവർ ആണ്. 2 എന്ന് കാണിച്ചിരിക്കുന്ന ലിവറും 3 എന്ന് കാണിച്ചിരിക്കുന്ന ഇനിഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് ഈസ് ഡ്യോഡിനമാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് റീജൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, 3 എന്ന് പറയുന്നത് ഇനിഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഡ്യോഡിനം. ഓക്കെ, ഡ്യോഡിനം കിട്ടുന്നില്ലേ? ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് ആ ഒരു ടേബിൾ എല്ലാവരും അനലൈസ് ചെയ്ത് എല്ലാവരും നോക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം റിഗാർഡിംഗ് ടു മൗത്ത് ആണ്. മൗത്ത് ബക്കൽ ക്യാവിറ്റിക്ക് അനുസരിച്ച് വരുന്ന എന്താണ്? ഇത് അവിടെ കാണാം, ഇനിഷ്യൽ ഫേസ് ഓഫ് സ്റ്റാർച്ച് ഡൈജഷൻ. അല്ലെ, സ്റ്റാർച്ചിന്റെ ആദ്യത്തെ ഡൈജഷൻ നടക്കുന്നത് മൗത്തിലാണ്.
അല്ലെങ്കിൽ ഓവറോൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ്. വേർ സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു മാൾട്ടോസ് അല്ലെ, നമ്മുടെ മൗത്തിൽ വെച്ച് സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു എന്താണ് മാൾട്ടോസ്. മാൾട്ടോസ് ഇസ് എ സിമ്പിൾ ഷുഗർ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് സലൈവയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന സലൈവറി അമിലേസ് ആണ്. സലൈവയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന സലൈവറി അമിലേസിന്റെ ആക്ഷൻ കൊണ്ട് സ്റ്റാർച്ച് ഈസ് പാർഷ്യലി കൺവേർട്ടഡ് ഇൻ ടു മാൾട്ടോസ്. സോ 1 ഈസ് ബി. അപ്പൊ അവിടെ നമുക്ക് അത് മാർക്ക് ചെയ്യാം. മൗത്തിന് നേരെ വരുന്ന ഫംഗ്ഷൻ ബി ആണ്. ദെൻ സെക്കൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് എന്ന് പറയുന്നത് ലിവർ ആണ് കേട്ടോ. സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലിവർ. അപ്പൊ ലിവറുമായി ബന്ധപ്പെട്ട സംഗതി എന്താണ് അവിടെ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലിവറുമായി ബന്ധപ്പെട്ടത് എന്താ? യെസ്, ഇൻക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് ദ ലിപ്പേസ് എൻസൈം അല്ലെ, ലിപ്പേസ് എൻസൈം ആക്ഷൻ. സോ ലിവർ ആക്ച്വലി പ്രൊഡ്യൂസ് വാട്ട്? ലിവർ ആക്ച്വലി പ്രൊഡ്യൂസ് ബൈൽ. ഒന്ന് ശ്രദ്ധിച്ചോ. നമുക്കറിയാം this is our liver and liver produce bile juice. Concept കൃത്യമായിട്ട് ക്ലിയർ ആക്കണം. liver produces bile juice and is stored in where? ലിവറിന്റെ താഴെ തന്നെയുള്ള ഗാൾ ബ്ലാഡർ. ഓക്കെ, റെഡി? ഇത് അറിയാവുന്നതല്ലേ. ഇനി മറ്റൊരു ഫാക്ട് എന്താ? ഡൈജസ്റ്റീവ് ജ്യൂസ് വിത്ത് നോ എൻസൈം ആണ് ലിവർ. ഡൈജസ്റ്റീവ് ജ്യൂസ് വിത്ത് നോ എൻസൈം. അപ്പൊ ഇതൊക്കെ ഒന്ന് കൂട്ടിക്കലർത്തി പഠിക്കണേ. ഡൈജസ്റ്റീവ് ജ്യൂസ് വിത്ത് നോ എൻസൈം ആണ് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബൈൽ ജ്യൂസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, ഇതാണ് ഇദ്ദേഹത്തിന്റെ റോള്. എന്താണ് ഇമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? വലിയ ഫാറ്റ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുഞ്ഞു ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കും, ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റുകയാണ്. അതാണ് ഇമൾസിഫിക്കേഷൻ. അതായത് ഫാറ്റിനെ അവിടെ ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നതെന്നല്ല അർത്ഥം. ഫാറ്റിനെ തന്നെ, വലിയ ഫാറ്റിനെ തന്നെ ബൈൽ സോൾട്ട് എന്ത് ചെയ്യുന്നു? ചെറിയ കഷ്ണങ്ങളാക്കുന്നു. അപ്പൊ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താ? അടുത്ത ഘട്ടത്തിൽ പാൻക്രിയാറ്റിക് ജ്യൂസിലെ ഈ ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും? ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമിന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ പെട്ടെന്ന് ഇതിലേക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് ലിപ്പേസ് എൻസൈമിന് ആക്ഷൻ വളരെ പെട്ടെന്ന് നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, വലിയ മോളിക്യൂളിൽ ലിപ്പേസ് നടത്തുന്നതിനേക്കാളും വളരെ വേഗതയിൽ ചെറിയ മോളിക്യൂൾ ആകുമ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലിപ്പേസ് എന്ന എൻസൈമിനോടെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റാൻ പറ്റും. സോ അതാണ് ഇവിടെ ആക്ച്വലി ബൈലിന്റെ റോള്, ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. വലിയ ഫാറ്റിനെ ചെറിയ മോളിക്യൂൾ ആക്കി മാറ്റുക. അപ്പോൾ അവിടെ ലിപ്പേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന എൻസൈമിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നു. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇൻക്രീസ് ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ലിപ്പേസ് എൻസൈം ആക്ഷൻ. നെക്സ്റ്റ് റീജിയൻ എന്ന് പറയുന്ന തേർഡ് റീജിയൻ ഇസ് ഡോഡിനം, ഇനിഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇനിഷ്യൽ പാർട്ട് ആണ്. സോ അവിടെയാണ് ആക്ച്വലി എന്ത് നടക്കുക? കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് എന്ത് നടക്കും? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഇതൊക്കെ നടക്കും. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ആയി മാറും. പ്രോട്ടീൻ കംപ്ലീറ്റ് അമിനോ ആസിഡും, ഫാറ്റ് ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയി മാറും. സോ അതാണ് അവിടെ തേർഡ് വരുന്നത്. ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആക്ച്വലി സ്മോൾ ഇൻറ്റസ്റ്റൈനും ഡോഡിനും ഒക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അടുത്ത ഭാഗമാണ് ഡോഡിനം. ഇപ്പൊ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അതിന്റെ ലെങ്ത് ആണ് ഓരോ ഓർഗാനിസത്തിലും ഡിഫർ ആയിരിക്കും. ഇപ്പൊ ഹെർബിവോറിന്റെ കേസിൽ കുറച്ചുകൂടി ലോങ്ങർ ആയിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരും. കാരണം അവര് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. പ്ലാന്റിൽ സെല്ലുലോസ് ഉണ്ട്. അതിന്റെ ഡൈജഷന് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന്റെ ഡൈജഷന് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഹെർബിവോറിന്റെ കേസിൽ ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വന്നത്. സോ അവിടെയാണ് നമ്മുടെ ഫോർത്ത് ഓപ്ഷന്റെ ആൻസർ എന്താ വരിക? എ ആണ് വരിക. ലെങ്ത് ഓഫ് ഇറ്റ് ദിസ് ഡിപ്പെൻഡ് ഓൺ ദ ഫുഡ് ദ ഓർഗാനിസം ഈറ്റ് അല്ലെ. ഒരു ഓർഗാനിസം ഭക്ഷണമാക്കുന്നത് എന്ത് ഭക്ഷണമാണോ അതാണ് ആക്ച്വലി അതിന്റെ സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ രണ്ടാമത്തതിന്റെ നമ്മൾ നോക്കിയപ്പോ സി എന്ന് കണ്ടു. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്ന സമയത്ത് മൂന്നിൻ്റെത് ഡി ആണെന്ന് കണ്ടു. നാലാമത്തെ ഓർഗന്റെ ഓപ്ഷൻ ആയിട്ട് വന്നത് എ ആണ്. അപ്പൊ 1 ബി 2 സി 3 ഡി 4 എ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദി correct answer for this question. The next question Delhi based തന്നെയാണ്. 2021 question ആണ്. The diagram below shows a leaf
that was covered by a piece of black paper for a period of 3 days. After 3 days, the paper was removed on testing. എന്ത് ടെസ്റ്റ് ആണ്? സ്റ്റാർച്ച് ടെസ്റ്റ് പെർഫോം ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഇലയില് ഒരു ഇലയുണ്ട്, ആ ഇലയുടെ ഒരു ഭാഗത്ത് ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്തു. ദാറ്റ് റീജിയൻ എന്ത് കിട്ടിയില്ല? ആ റീജിയനിൽ സൺലൈറ്റ് കിട്ടിയില്ല. ദാറ്റ് റീജിയൻ ഡസന്റ് റിസീവ് എനി സൺലൈറ്റ്. അവിടെ സൺലൈറ്റ് ലഭിച്ചില്ല. എന്നിട്ട് ഈ ലീഫ് കംപ്ലീറ്റ് പ്ലക്ക് ചെയ്തു. നമ്മൾ പിന്നെ സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുകയാണ്. സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഓൺ ടെസ്റ്റിംഗ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഏരിയ അണ്ടർ ദ ബ്ലാക്ക് പേപ്പർ ടെസ്റ്റഡ് നെഗറ്റീവ്. അതായത് ഈ ബ്ലാക്ക് പേപ്പർ വെച്ച ഭാഗത്ത് എന്ത് അയോഡിൻ എത്തിച്ചപ്പോ അവിടെ കളർ ചേഞ്ച് ഇല്ല, അല്ലെ? ബാക്കിയുള്ള ഭാഗമൊക്കെ ബ്ലൂ ബ്ലാക്ക് കളറായി. എന്നാൽ അവിടെ നമ്മുടെ ആ ഒരു ബ്ലാക്ക് പേപ്പർ വെച്ച ഭാഗത്ത് ബ്ലൂ ബ്ലാക്ക് കളറായി മാറിയില്ല. ഓക്കെ, ആൻഡ് റെസ്റ്റ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ ദ സ്റ്റാർട്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു? ബാക്കിയുള്ള റീജിയൻസ് ഒക്കെ ബ്ലൂ ബ്ലാക്ക് കളറായി മാറി. എന്നാൽ ഈ ഭാഗത്ത് മാത്രം നെഗറ്റീവ് റിസൾട്ട് ആണ് വന്നത്. സോ എന്താണ് ഈ എക്സ്പെരിമെന്റ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ സൺലൈറ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ സൺലൈറ്റ് വീഴാത്ത ഭാഗത്ത് ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ദിസ് എക്സ്പെരിമെന്റ് ഈസ് ടു പ്രൂവ് ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പൊ അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ലൈറ്റ് ഈസ് റിക്വയർഡ് for plants to make food. This is the correct answer. This is the correct answer. Okay, ready? Yes. Moving on to the next question. Respiratory 21 ആണ്. Respiratory structures of two different animal, fish and human being are shown. അപ്പോൾ നമ്മുടെ ആൽവിയോളയെ കൊടുത്തിരിക്കുന്നത് ലങ്സിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയ ആൽവിയോളകളെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. ഫിഷസിന്റെ കേസിൽ ഗിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗിൽസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഒബ്സർവ് എ ആൻഡ് ബി ആൻഡ് സെലക്ട് വൺ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഹോൾഡ് ട്രൂ ഫോർ ബോത്ത്. നോക്കിയേ, ക്വസ്റ്റ്യൻ വളരെ വണ്ടർഫുൾ ആണ്. ട്രൂ ആയിരിക്കണം, രണ്ടാളുകൾക്കും ശരിയാകുന്ന പ്രസ്താവന. ഏത് ക്യാരക്ടറാണ് രണ്ടാളുകൾക്കും ശരിയാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കൂടെ? ഒന്നാമത്തെ എന്താ നോക്കിക്കോളൂ. രണ്ടാളുടെ കേസിലും പറയുന്നു ബോത്ത് ആർ. നമ്മളെല്ലാം ബോത്തേ പറയും, കാരണം രണ്ടാൾക്കും ഹോൾഡ് ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബോത്ത് എന്നുള്ള രീതിയിലേ പറയുള്ളൂ. ബോത്ത് ആർ പ്ലേസ്ഡ് ഇന്റേർണലി ഇൻ ദി ബോഡി ഓഫ് ആനിമൽ. അതായത് ഫസ്റ്റ് എ എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്ന എന്താണ്? ഫിഷസിന്റെ ഗിൽസ് ആയാലും മനുഷ്യന്റെ അൽവിയോളയായാലും ഇതൊക്കെ ഇന്റേർണലി പ്ലേസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അതിൽ പകുതി ശരിയാണ്. മനുഷ്യന്റെ കേസിൽ ലങ്സിലെ ആൽവിയോള ഇന്റേർണലി പ്ലേസ്ഡ് ആണ്, ഇന്റേർണലി ആണ്, ശരിയാണ്. പക്ഷെ ഗിൽസ് നമുക്ക് ഇന്റേർണലി പ്ലേസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അത് എക്സ്റ്റേണൽ ആണ്. ഈ മീനിന്റെ ഈ നമ്മുടെ ചെകിള അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒപ്പർക്കുല എന്ന് പറയുന്ന ഒരു കവറിങ്, ആ ഒപ്പർക്കുല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗിൽസ് കാണാൻ വേണ്ടി പറ്റും. ഈ ഗിൽസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ട്രൂ ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ, ബോത്ത് ഹാവ് തിൻ ആൻഡ് മോയിസ്റ്റ് സർഫസ് ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് രണ്ടാൾക്കും വളരെ നേർത്തതും മോയിസ്റ്റ് ഈർപ്പമുള്ളതുമായ സർഫസ് ഉണ്ട്. അത് ശരിയാണ്. ഈർപ്പം അതുപോലെ തന്നെ നേർത്തതായ പ്രതലങ്ങളിൽ മാത്രമേ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആൽവിയോളയുടെ വാൾസ് ഈസ് മെയ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയം. അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറിന്റെ വാൾ ഈസ് മെയ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ആൽവിയോളിന്റെ അകത്ത് മോയിസ്റ്റ് എൻവിറോൺമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? സ്പീഡായിട്ട് നടക്കും. അപ്പൊ നമുക്ക് ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. രണ്ടാൾക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്നാൽ നമുക്ക് അടുത്ത രണ്ട് ഓപ്ഷനിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് നോക്കാം. ബോത്ത് ആർ പുവർലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽ ടു അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റിച്ച്ലി സപ്ലൈ ചെയ്യണം. ബ്ലഡ് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യണം. കാരണം ബ്ലഡിലേക്കാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കേണ്ടത്. പുവർലി സപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എഫിഷ്യൻസി കുറക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് ഡി നോക്കിക്കോളൂ. ഇൻ ബോത്ത് ബ്ലഡ് റിട്ടേൺ ടു ഹാർട്ട് ആഫ്റ്റർ ബീങ് ഓക്സിജനേറ്റഡ്. ഓക്സിജനേഷൻ സംഭവിച്ചതിന് ശേഷം ഹാർട്ടിലേക്ക് ബ്ലഡ് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നു. അത് മനുഷ്യന്റെ കേസിൽ കറക്റ്റ് ആണ്, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. ലങ്സിൽ നിന്ന് ഓക്സിജനേഷൻ സംഭവിച്ചതിന് ശേഷം പൾമണറി വെയിൻ വഴി നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുന്നുണ്ട്. ഹ്യൂമൻ ബീങ് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് വി ആർ ഹാവിംഗ് ഡബിൾ സർക്കുലേഷൻ. ഹാർട്ടിലേക്ക് 2 തവണ ബ്ലഡ് ഫ്ലോ ചെയ്യണം.
ട്രൂ ആണ്. പക്ഷെ ഫിഷസിന്റെ കേസിൽ അത് സിംഗിൾ സർക്കുലേഷനാണ്, അവിടെ ഡബിൾ സർക്കുലേഷൻ ഇല്ല. അവിടെ ഓക്സിജനേഷൻ ശേഷം അത് ബോഡി പാർട്സിലേക്ക് ഹാർട്ടിലേക്കല്ല പോകുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പൂർണ്ണമായും തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റെന്ന് പറയണം. കാരണം നമുക്ക് രണ്ടാക്കും ട്രൂ ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് ഫിഷസിന്റെ കേസിൽ പിന്നെ ഡബിൾ സർക്കുലേഷൻ ഇല്ലല്ലോ, ആണ് അവിടെ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, റെഡി അല്ലേ? സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ആക്ടിവിറ്റി ഗിവൺ ബിലോ. ഹിയർ വി ആർ ഗിവൺ ആൻ ആക്ടിവിറ്റി. നിങ്ങൾക്ക് അറിയാവുന്ന ആക്ടിവിറ്റി തന്നെയാണ്. വാട്ട് ഡസ് ഇറ്റ് ഹെൽപ്പ് ടു കൺക്ലൂഡ് when the person exhales into the test tube. So Delhi based question 2021 term 1 ആണ്. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? പേഴ്സൺ എക്സെയിൽ. വാട്ട് ഈസ് എക്സലേഷൻ? ഗിവിംഗ് ഔട്ട് എയർ അല്ലെ, പുറത്തേക്ക് ശ്വസിക്കുന്നതിനെയാണ് എക്സലേഷൻ എന്ന് പറയുക. ഗിവിംഗ് ഔട്ട് ആണ്. ടേക്കിംഗ് ഇൻ ഈസ് ഇൻഹലേഷൻ, ഗിവിംഗ് ഔട്ട് ഈസ് എക്സലേഷൻ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് ലൈം വാട്ടർ കൊടുത്തിട്ടുണ്ട്. ലൈം വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ലൈം വാട്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ലൈം വാട്ടർ. അപ്പൊ ഈ ലൈം വാട്ടറിലേക്ക് നമ്മൾ എക്സലേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എന്ത് മാറ്റാണ് വരുന്നത്? നമുക്കറിയാം, എക്സൈൽഡ് എയറിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഹെയിൽഡ് എയറിന്റെ ഒരു 100 ഇരട്ടിയോളം എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലേ? ഇൻഹെയിൽ ചെയ്യുന്ന എയറിൽ ഏകദേശം 0.04% കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ. എക്സൈൽഡ് എയറിലേക്ക് വരുമ്പോൾ 4%. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയറിന്റെ ഒരു 100 മടങ്ങധികം കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈൽഡ് എയറിലുണ്ട്. അപ്പൊ നമ്മൾ എക്സൈൽ ചെയ്യുന്ന എയറിൽ നമ്മൾ താഴേക്ക് ഊതി കൊടുക്കുകയാണ്. അപ്പൊ അതില് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ്, അസിഡിക് ഇൻ നേച്ചർ. അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക്, അതായത് നമ്മുടെ ലൈം വാട്ടർ, ഈ ലൈം വാട്ടറിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് ഊതി കൊടുക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഊതി കൊടുക്കുമ്പോൾ എന്തായി മാറി? CO3, കാൽഷ്യം കാർബണേറ്റ്. അതാണ് ആ ഒരു ഇത് ഫോം ചെയ്യുക. ആ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോഴാണ് ഇത് ലൈം വാട്ടർ മിൽക്കി ആവുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. അപ്പൊ നമ്മൾ എക്സൈൽ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കളർലെസ്ഡ് ആയിട്ടുള്ള ഈ ലൈം വാട്ടർ എന്ത് ചെയ്യും? മിൽക്കി ആയി മാറി. ലൈം വാട്ടർ ടേൺസ് മിൽക്കി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, which conclude that exhaled air contains more carbon dioxide than inhaled air. അപ്പൊ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ വരിക? യെസ്, പെർസെന്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ ഇൻ എക്സൈൽഡ് എയർ. എക്സൈൽഡ് എയറിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കൂടുതലുള്ളത്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കെയർഫുള്ളി സ്റ്റഡി ദ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം with label 1, 2, 3, 4. So 1, 2, 3, 4. Select the option which gives correct identification and main function. Okay, fine. Or character. അപ്പൊ നമുക്ക് ഇവിടെ 1, 2, 3, 4 കൊടുത്തിട്ടുണ്ട്. എന്താണ് 1, 2, 3, 4 എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. 1 ട്രക്കിയനാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ട്രക്കിയ. 2 ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 റിബ്സ് ആണ്. 3 എന്ന് പറയുന്നത് ആൽവിയോളൈനെ കൊണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 4 ഡയഫ്രം ആണ്. 4 ഡയഫ്രം. ഡയഫ്രം ഓൾറെഡി അത് തന്നിട്ടുണ്ട് ഇവിടെ. 1 ട്രക്കി ആണെന്നും 2 റിബ്സ് ആണെന്നും 3 ആൽവിയോളൈ ആണെന്നും 4 ഡയഫ്രം ആണെന്നും ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കിയാൽ മതി. ട്രക്കിയ ഇറ്റ് സപ്പോർട്ടഡ് ബൈ ബോണി റിംഗ് ഫോർ കണ്ടക്ടിങ് ഇൻസ്പയർഡ് എയർ. സി, റിങ്സ് ഉണ്ട്, ട്രക്കിയയുടെ ഉള്ളിൽ റിങ്സ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ബോണിയല്ല, മറിച്ച് കാർട്ടിലേജിനസ് റിംഗ് ആണ്. കാർട്ടിലേജിനസ് റിംഗ് ആണ്, അതും സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിംഗ്. ഓക്കെ, റെഡി അല്ലേ? സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബോണിയല്ല, കാർട്ടിലേജിനസ് റിംഗ് ആണുള്ളത്. ട്രക്കിയയിൽ കാർട്ടിലേജിനസ് റിംഗ് ഉണ്ട്. ട്രക്കിയയിൽ മാത്രമല്ല, അത് കഴിഞ്ഞു വരുന്ന ബ്രോങ്കസിലും റിംഗ് ഉണ്ട്, ബ്രോങ്കിയോളിൽ റിംഗ് ഇല്ല. അടുത്ത നോക്കിക്കോളൂ, റിബ്സ്. വെൻ വി ബ്രീത്ത് ഔട്ട്, റിബ്സ് ആർ ലിഫ്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോങ് ആണ്. റിബ്സ് ലോവർ. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ലോവർ, റൈസസ്, ലോവേഴ്സ്. സോ റിബ്സ് ലോവർ ആണ് വരേണ്ടത്, ലിഫ്റ്റ് അല്ല, ലോവേഴ്സ് എന്നാണ് വരേണ്ടത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, ആൽവിയോളൈ
തിൻ വാൾഡ് സാക്ക് കറക്റ്റ് ആണ്. സൈക്ലിക് സ്ട്രക്ചർ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് അത് കറക്റ്റ് ആണ്. തിൻ വാൾഡ് സാക്ക് ആണ് ഗ്യാസ് എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ നമുക്ക് ശരി ഉത്തരം കിട്ടിയെങ്കിലും നമുക്ക് ഡി ഓപ്ഷൻ കൂടി നോക്കാം. ഡയഫ്രം പുൾഡ് അപ്പ് വെൻ വി ബ്രീത്ത് ഇൻ. നോ, ഡയഫ്രം പുൾഡ് അപ്പ് ഡോം ഷേപ്പിൽ നിൽക്കുന്ന പറയുന്നതല്ല. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ഡോം ഷേപ്പുള്ള ആൽവിയോ നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്ത് ഫ്ലാറ്റൻ അപ്പ്, സ്ട്രെയിറ്റ് അപ്പ്. കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുക, ഫ്ലാറ്റൻ ആണ് ആവുക. ഫ്ലാറ്റൻ ആണ് ആവുക. സോ ദിസ് ഈസ് റോങ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഇസ് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി ക്വസ്റ്റ്യൻ നമ്പർ 30. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Again, 2021 Delhi question. Consider the following statement in connection with the function of blood vessel marked A and B in the diagram of human heart. Okay. ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് ബ്ലഡ് വെസൽ ആണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. എയും ബി എന്ന് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എ എന്താണ് ബി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. എ എന്ന് പറയുന്നത് നോക്കിയേ, നമ്മുടെ ഈ ഒരു ചേംബർ ആണ്. അതായത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന് ഇങ്ങനെ ലങ്സിലേക്ക് കൊടുക്കുന്ന ആളാണ് എ. സോ എ എന്ന് പറയുന്നത് പൾമണറി ആർട്ടറി ആണ്. ആ ബ്ലഡ് വെസൽ ഏതാണെന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് കേട്ടോ. പൾമണറി ആർട്ടറി എന്ന് ആദ്യം ഐഡന്റിഫൈ എഴുതി വെച്ചോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ, അത് പൾമണറി ആർട്ടറി എന്ന് എഴുതി വെച്ചോ, കൺഫ്യൂഷൻ ഉണ്ടാവണ്ടല്ലോ. പിന്നെ എന്താണ് അടുത്തത്? ബി എന്ന് പറയുന്നത് എന്താണ്? ഈ വെസലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ലങ്സ് നിന്ന് ഓക്സിജനേഷന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം. അപ്പൊ ബി എന്ന് പറയുന്ന ആരാണ്? പൾമണറി വെയിൻ ആണ്. പൾമണറി വെയിൻ ആണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. എ പൾമണറി ആർട്ടറിയും ബി പൾമണറി വെയിനും ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യും. ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ തന്നെ ഒരു 70% ഓക്കെ ആയി. എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ പറയുന്നത് ബ്ലഡ് വെസൽ എ. ബ്ലഡ് വെസൽ എ എന്ന് പറയുന്ന ആരാ? പൾമണറി ആർട്ടറി. ക്യാരി കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ടു ദ ലങ്സ്. ക്യാരി കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ടു ദ ലങ്സ്. ശരിയല്ലേ? കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് കൊണ്ടുപോകുന്ന ആളാണ് പൾമണറി ആർട്ടറി. ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അത് ശരിയാണ്. അടുത്ത് നോക്കിക്കോളൂ. ബ്ലഡ് വെസൽ ബി ആരാ? പൾമണറി വെയിന്. ഇറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ലങ്സ് എന്ന് പറഞ്ഞാലും ശരിയല്ലേ? ഫ്രം ദ ലങ്സ് ഓക്സിജനേറ്റഡ് ഓക്സിജൻ റിച്ച് ബ്ലഡിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാല് ശരിയാണ്. ലങ്സിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അടുത്ത് നോക്കിക്കോളൂ. ബ്ലഡ് വെസൽ ബി പൾമണറി വെയിൻ ആണ്. ലെഫ്റ്റ് ഏട്രിയം റിലാക്സസ്. ഇറ്റ് റിസീവ് ബ്ലഡ് ഫ്രം ബ്ലഡ് വെസൽ അല്ലെ? ലെഫ്റ്റ് ഏട്രിയം റിലാക്സ് ആയി കഴിഞ്ഞാൽ, ലെഫ്റ്റ് ഏട്രിയം റിലാക്സ് ആകുമ്പോൾ ഈ ബ്ലഡ് വെസൽ എവിടെയാണ്? ബ്ലഡ് വെസൽ ബി എന്ന് പറഞ്ഞ പൾമണറി വെയിൻ തന്നെയാണ് അല്ലെ? അവിടുന്ന് ബ്ലഡ് ഇങ്ങോട്ട് വരും. അത് ശരിയാണ് അല്ലെ? നമ്മുടെ ഏട്രിയം അല്ലെ? ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് ലെഫ്റ്റ് ഏട്രിയം. അദ്ദേഹം കൺട്രാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ അദ്ദേഹം റിലാക്സ് ആകുമ്പോൾ, ഡയാസ്റ്റോൾ ആണ്, റിലാക്സ് ആകുമ്പോൾ അതിനകത്തേക്ക് ബ്ലഡ് വരും. ആ ബ്ലഡ് വെസലിലൂടെ തന്നെയാണ് വരിക. ബി എന്ന് പറയുന്ന ബ്ലഡ് വെസലിൽ കൂടെ തന്നെയാണ് വരിക. പൾമണറി വെയിനിലൂടെ തന്നെയാണ് വരിക. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നോക്കിക്കോളൂ. ബ്ലഡ് വെസൽ എ എന്ന് പറഞ്ഞാൽ പൾമണറി ആർട്ടറി ആണ്. പൾമണറി ആർട്ടറി ബ്ലഡ് വെസൽ എ. എന്താ പറയുന്നത്? റൈറ്റ് ഏട്രിയം ഹാസ് തിക്ക് വാൾ. റൈറ്റ് ഏട്രിയത്തിൽ തിക്ക് വാൾ ഉണ്ട്. റൈറ്റ് ഏട്രിയം എന്ന് പറയുന്ന സാധനം ഇത് എവിടെ ഉണ്ട്? റൈറ്റ് ഏട്രിയം തിക്ക് വാൾ ഉണ്ട്. ആസ് ഇറ്റ് ഹാസ് ടു പമ്പ് ബ്ലഡ് ടു ബ്ലഡ് വെസൽ. തെറ്റ്. തിക്ക് മസ്കുലർ വാൾ ഇല്ല, തിൻ മസ്കുലർ വാൾ ആണ്. അവിടെ പമ്പിങ് ആക്ഷൻ നടക്കുന്നില്ലല്ലോ. പമ്പിങ് ഒക്കെ സംഭവിക്കുന്നത് വെൻട്രിക്കിളിന്റെ സഹായം കൊണ്ടാണ്. സോ അത് തെറ്റാണ്. അപ്പൊ നമുക്ക് 1, 2, 3 ശരിയായിട്ട് പറയാം. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണെന്ന് പറയാം. അപ്പൊ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ നമ്പർ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. റെഡി അല്ലേ? റെഡി? ക്ലിയർ എല്ലാവരും ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ 2 component of phloem tissue help in transportation of food. അത് ഈസിയാണ്. ഒന്ന് കമ്പാനിയൻ സെല്ലും സീവിഡ് ട്യൂബും. കമ്പാനിയൻ സെല്ലും സീവിഡ് ട്യൂബും ആണ് മെയിൻലി. കമ്പാനിയൻ സെല്ലും സീവിഡ് ട്യൂബും. ഇത് എളുപ്പമാണ്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. യെസ്. 2021-22 the figure given below shows a schematic plan of blood circulation in human with labels 1 to 4.
ഐഡന്റിഫൈ ദി കറക്റ്റ് ലേബൽ ആൻഡ് അപ്പൊ 1 to 4 എന്നുള്ളത് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ലേബൽ ചെയ്യാൻ എന്തുകൊണ്ടെങ്കിൽ അത് നിങ്ങൾ ഫസ്റ്റ് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യാൻ ശ്രമിക്കുക. 1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന പൾമണറി വെയിൻ ആണത് 1 എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ബോഡി പാർട്സിലേക്ക് കൊണ്ടുവരുന്ന വെസലാണ് 2 എന്ന് പറയുന്നത് അയോട്ടയാണ്, അയോട്ട. ഓക്കെ, റെഡി. 3 എന്ന് പറയുന്നത് എന്താണ്? 3 എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്ന കുഴലാണ്, വെസലാണ്. ദാറ്റ് ഈസ് പൾമണറി ആർട്ടറി. റെഡി അല്ലേ? ഇനി നോക്കിക്കേ 4 എന്താണ്? ബോഡി പാർട്സ് നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ എവിടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന കുഴൽ, ദാറ്റ് ഈസ് വേന കേവ ഓർ വീന കാവ. ഇത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം ഓക്കെ ആയി. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ശരിയാണ്, ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻ ശരിയാണോ നോക്കാം. ഒന്നാമത്തത് പൾമണറി വെയിൻ എന്ന് പറഞ്ഞത് ശരിയാണ്, 1 പൾമണറി വെയിൻ തന്നെയാണ്. ഇനി അതിന്റെ കാര്യങ്ങൾ പറയുന്നത് നോക്കിക്കേ. ടേക്ക് ഇംപ്യൂർ ബ്ലഡ് ഫ്രം ബോഡി പാർട്ട്, തെറ്റാണ്. അത് ചെയ്യുന്നത് വെന്ന കേവയാണ്, അപ്പൊ അത് തെറ്റാണ്. രണ്ടാമത് നോക്കിക്കോളൂ, രണ്ടാമത്തെ ബി എന്ന ഓപ്ഷൻ. 2 പൾമണറി ആർട്ടറി ആണെന്ന് പറയുന്നത്. 2 പൾമണറി ആർട്ടറി ആണോ? 2 അയോട്ടയല്ലേ? അപ്പൊ അത് വേറൊന്നും നോക്കണ്ട, തെറ്റന്നെയാണ്. അപ്പൊ തന്നെ തെറ്റിട്ട് കൊടുക്കാം. ഇനി അടുത്ത് എന്താ പറയുന്നത്? 3 അയോട്ടയാണെന്ന് പറയുന്നത്. ഇല്ല, 3 അയോട്ടയല്ലേ, 2 അയോട്ട. 3 പൾമണറി ആർട്ടറി ആണ് അല്ലേ? 3 പൾമണറി ആർട്ടറി, അപ്പൊ അതും തെറ്റ്. 4ാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കും ശരി വരിക. 4ാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത് നോക്കൂ, 4 വെന കേവ. യെസ്, 4 വെന കേവയാണ്. ടേക്ക് ബ്ലഡ് ഫ്രം ബോഡി പാർട്ട് ടു റൈറ്റ് ഓറിക്കിൾ. ബോഡി പാർട്സിൽ നിന്ന് റൈറ്റ് ഓറിക്കിൾ, അതായത് റൈറ്റ് ഏട്രിയത്തിന് തന്നെയാണ് ഓറിക്കിൾ എന്ന് വിളിക്കുക, കൊണ്ടുവരുന്നവരാണ് വെന കേവ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ശരി. കണ്ടോ? അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡയഗ്രത്തിൽ ലേബലിംഗ് കറക്റ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തെറ്റും. സോ ബി കെയർഫുൾ. നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ പരീക്ഷ എഴുതാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് ആയിരിക്കും. എക്സൈറ്റേഷനിൽ നിങ്ങൾക്ക് ഒരു നമുക്ക് എക്സൈറ്റ്മെന്റ് വരും അല്ലെ? അറിയുന്ന ഒരു കാര്യം നമ്മൾ എക്സൈറ്റ്മെന്റ് വന്ന് നമ്മൾ തെറ്റിക്കരുത്. 17th question. Identify the phase of circulation in which is represented in the diagram of heart given below. Arrow indicate the contraction of the heart chamber. See, ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അപ്പൊ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നത്. ഇത് ഏത് ഭാഗമാണ് കൺട്രാക്ട് ചെയ്യുന്നത്? ലോവർ റീജിയൻ എന്ന് പറയുമ്പോൾ വെൻട്രിക്കിൾസ് ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയും. വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഇവിടെ റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ ഇതാ പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകും. അതേ സമയത്ത് തന്നെയാണ് ഇവിടുന്ന് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ട വഴി നേരെ ബോഡി പാർട്സിലേക്ക് പോകും. കണ്ടോ? അപ്പൊ 2 ഭാഗത്തും കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയും. സിസ്റ്റോൾ എന്ന് വെച്ചാൽ കൺട്രാക്റ്റീവ് ഫേസ് ആണ്. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ ബ്ലഡ് നേരെ എങ്ങോട്ട് പോവാ? റൈറ്റ് വെൻട്രിക്കുലർ ബ്ലഡ് നേരെ പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകും ഓക്സിജനേഷന് വേണ്ടി. ഇവിടെയോ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ബ്ലഡോ, ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ് നേരെ അയോട്ട വഴി നേരെ ബോഡി പാർട്സിലേക്ക് പോകും. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അവർ ആൻസർ എവിടെയാ വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നോക്കാം. ബ്ലഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു റൈറ്റ് വെൻട്രിക്കിൾ. അത് തെറ്റ്. ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ ട്രാൻസ്ഫർ ആവുന്നത് ഡയസ്റ്റോൾ റിലാക്സ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് തെറ്റാണ്. ബ്ലഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ലങ്സ് ഫോർ ഓക്സിജനേഷൻ ആൻഡ് ഈസ് പമ്പ്ഡ് ടു വേരിയസ് ഓർഗൻ സൈമൾട്ടേനിയസ്ലി. യെസ്, അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. രണ്ടും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കറക്റ്റ്. ബ്ലഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റൈറ്റ് ഓറിക്കിൾ ലെഫ്റ്റ്, അത് തെറ്റാണ്. ഒരിക്കലും ഈ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് നേരെ ഓറിക്കിൾസിലേക്ക് പോവില്ല. ബിക്കോസ് ഇവിടെ വാൽവ് ഉണ്ട്. ഓറിക്കിൾസിന്റെയും വെൻട്രിക്കിൾസിന്റെ ഇടയിൽ വാൽവ് ഉണ്ട് അല്ലെ? ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവ് ഉള്ളതുകൊണ്ട് നേരെ തിരിച്ചു ബോളിൽ ചേമ്പറിൽ വരില്ല. ബ്ലഡ് ഈസ് റിസീവ്ഡ് ഫ്രം ദ ലങ്സ് ആഫ്റ്റർ ഓക്സിജനേഷൻ. റിസീവ്ഡ് ഫ്രം ഇല്ല, അതല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ബി തന്നെയാണ്. ബി തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫിഗർ നോക്കുമ്പോൾ, ഫിഗർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഫിഗർ ഐഡന്റിഫൈ ചെയ്യുക.
നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്യുക, ഇത് കൺട്രാക്റ്റുമ്പോൾ ബ്ലഡ് ഇങ്ങനെ പോകും, അവിടെ വാൽവ് ഉണ്ട്, ഇങ്ങനെ പോകില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലാന്റ്സ് യൂസ്, അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ക്വസ്റ്റ്യൻ. പ്ലാന്റ് യൂസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്രോസസ് ഫോർ എക്സ്ക്രീഷൻ ആസ് കമ്പയർഡ് ടു ആനിമൽസ്. ആനിമലിന്റെ പോലെ അല്ല എക്സ്ക്രീഷൻ പ്ലാന്റിൽ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്, പ്ലാന്റിലെ എക്സ്ക്രീഷൻ അല്ലാത്തത്, ഏത് രീതിയിൽ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ, തന്നിരിക്കുന്നതിൽ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ക്യാൻ ഗെറ്റ് റീഡ് ഓഫ് എക്സസ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. അത് ശരിയാണ്, അങ്ങനെ പ്ലാന്റ് എക്സ്ക്രീറ്റ് ചെയ്യലുണ്ട്. എക്സസ് വാട്ടർ ട്രാൻസ്പിറേഷൻ വഴി വേപ്പർ ഫോമിൽ എസ്കേപ്പ് ചെയ്ത് പോകാറുണ്ട്. അടുത്ത നോക്കിയാൽ ദേ സെലക്റ്റീവ്ലി ഫിൽട്ടർ ടോക്സിക് സബ്സ്റ്റൻസ്. നമുക്കൊക്കെ ഉള്ളതുപോലെ ഒരു കിഡ്നിയോ അങ്ങനെയുള്ള ഫിൽറ്ററിംഗ് യൂണിറ്റ് പ്ലാന്റ്സിലുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്താണ് നോട്ട്, പ്ലാന്റ് ഫോളോ ചെയ്യാത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളത് കൂടി നമുക്ക് നോക്കാം. വേസ്റ്റ് പ്രൊഡക്ട്സ് ആർ സ്റ്റോർഡ് ഇൻ റെസിൻസ്. അത് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെസിൻസിലും ഓൾഡ് സൈലത്തിലും ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. റെസിൻസ് ആയിട്ടും ഓൾഡ് സൈലത്തിലും ഗംസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ദ എക്സ്ക്രീറ്റ് വേസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ടു ദ സോയിൽ അറൗണ്ട്. അതും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ കറക്റ്റ് അല്ലാത്തതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലാത്തത് എന്ന് പറയുന്നത് ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ദേ സെലക്റ്റീവ്ലി ഫിൽട്ടർ ടോക്സിക് സബ്സ്റ്റൻസ് ത്രൂ ലീഫ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ പേഴ്സൺ, ഒരാളിലെ ദ ട്യൂബ്യൂൾ പാർട്ട് ഓഫ് ദി നെഫ്രോൺ, നെഫ്രോണിന്റെ ട്യൂബുലാർ റീജിയനിൽ ഫംഗ്ഷനിങ് നടക്കുന്നില്ല. ട്യൂബുലാർ റീജിയൻ ഫംഗ്ഷനിങ് നടക്കുന്നില്ല പറയുമ്പോൾ ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ്, മിനോ ആസിഡ്സ്, പിന്നെ എക്സസീവ് വാട്ടർ, ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാട്ടർ ഒക്കെ എവിടെ തന്നെ ഉണ്ടാവും, യൂറിനിൽ തന്നെ ഉണ്ടാവും. വാട്ടർ യൂറിനിൽ വാട്ടറിന്റെ അളവ് കൂടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, എന്താ, വാട്ടർ ഡൈല്യൂട്ടഡ് ആവും. സോ കറക്റ്റ് ആൻസർ വിൽ ബി യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. യൂറിൻ ഡൈല്യൂട്ടഡ് ആവും. 2021 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് ജനറലി ഫുഡ് ഈസ് ബ്രോക്കൺ ആൻഡ് അബ്സോർബ് വിത്തിൻ ദ ബോഡി ഓഫ് ദ ഓർഗാനിസം. സാധാരണ ഇതിൽ നമ്മുടെ ബോഡിക്കകത്ത് തന്നെയാണ് ഫുഡിന് ഡൈജഷൻ നടക്കുന്നതും, അതാണ് ബ്രോക്കൺ ഡൗൺ. ഫുഡ് ഡൈജഷൻ നടക്കുന്നതും അബ്സോർപ്ഷൻ നടക്കുന്നതും അകത്താണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർഗാനിസം ഡൺ ഔട്ട് സൈഡ്? സാപ്രോഫൈറ്റ്സ് അല്ലേ. സാപ്രോഫൈറ്റിക് ന്യൂട്രീഷനിലാണ് ഡൈജഷൻ പുറത്ത് നടക്കും. എൻസൈം ഉപയോഗിച്ചുകൊണ്ട് ഡൈജഷൻ പുറത്ത് നടത്തുന്നു. ഫംഗസുകൾ സംഭവിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. ഡൈജഷൻ നടത്തുന്നു, അതിനുശേഷം അബ്സോർബ് ചെയ്യുന്നത് പുറത്തുനിന്നാണ്. ഈ ഡൈജഷൻ നടന്നതിന് ശേഷമാണ് അതിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അത് ആൻസർ ചെയ്യുക യെസ്, ഫംഗസുകൾ, മഷ്റൂംസ് ആണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ലൈൻ ദി അപ്പർ പാർട്ട് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്ട്. കുറെ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദീസ് സ്ട്രക്ചേഴ്സ് ട്രാപ്പ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ, ജേം ആൻഡ് കെമിക്കൽ എൻറ്ററിംഗ് ദ ഹ്യൂമൻ ബോഡി ഡ്യൂറിംഗ് ബ്രീത്തിങ്. നമ്മൾ ശ്വസിക്കുമ്പോൾ അതിലടങ്ങുന്ന കെമിക്കൽസ്, ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾ, രോഗാണുക്കളൊക്കെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ട്. സ്മോക്കിംഗ് ഈസ് ലൈക്ലി ടു കോസ് ഇൻഫെക്ഷൻ ഇൻ ദി റെസ്പിറേറ്ററി ട്രാക്ട്. ഈ റെസ്പിറേറ്ററി ട്രാക്ട്, ഈ ശ്വസന പാതയിൽ ഈ സ്മോക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഫാക്ട്? സ്മോക്കിംഗ് ഡിസ്ട്രോയ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. യെസ്, ഡെഫിനറ്റ്ലി സ്മോക്കിംഗ് ആ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് കോസ് എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ഹെയർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡിസ്ട്രോയ് ചെയ്യും, അത് ശരിയാണ്, അതിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യില്ല. സ്മോക്കിംഗ് സ്റ്റിമുലേറ്റ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ടു റിലീസ് ഹാർംഫുൾ കെമിക്കൽ, അത് തെറ്റാണ്. ഹെയർ ലൈക്ക് സബ്സ്റ്റൻസ് ഒരിക്കലും ഹാർംഫുൾ ആയിട്ട് കെമിക്കൽ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സ്മോക്കിംഗ് മേക്ക് ദ ഹെയർ ലൈക്ക് സ്ട്രക്ചർ വെറ്റായാൽ ശരിക്കും പറഞ്ഞാൽ വെറ്റായാൽ ട്രാപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഒരിക്കലും സ്മോക്കിംഗ് വെറ്റാക്കാൻ സഹായിക്കില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യവും തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് എപ്പോഴും എന്ത് ചെയ്യും, ആ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. 2 കോളം ഉണ്ട്, കോളം 1 ആൻഡ് കോളം 2. മാച്ച് ചെയ്തോളാം. ഡൈജഷൻ എന്തിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പെപ്സിൻ സ്റ്റാർച്ച് ഡൈജഷൻ എന്ന് പറയുന്നുണ്ട്, റോങ് ആണ്. പെപ്സിൻ പ്രോട്ടീൻ ഡൈജഷൻ ആണ് സഹായിക്കുന്നത്. ട്രിപ്സിൻ പ്രോട്ടീൻ ഡൈജഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ലിപ്പേസ് പ്രോട്ടീൻ ഡൈജഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ലിപ്പേസ് ഫാറ്റിന്റെ ഡൈജഷൻ അല്ലെങ്കിൽ ലിപ്പിഡിന്റെ ഡൈജഷൻ ആണ് ഹെൽപ്ഫുൾ ആവുന്നത്. അമിലേസ് ഇമൾസിഫൈഡ് ഫാറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അമിലേസ് ഹെൽപ്ഫുൾ ആവുന്നത് സ്റ്റാർച്ചിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ ആണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. യെസ്, അപ്പോൾ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട MCQ നമ്മൾ ഇന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. എല്ലാ MCQയും അതിൻ്റെ ആൻസർ വന്ന രീതിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം,
സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ചാപ്റ്ററിന്റെ MCQ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.